ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ലീഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. നിഫ്റ്റി അങ്ങനെ തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് റെഡിൽ ക്ലോസ് ചെയ്യുന്നത്. 25,800 താഴെ പോയ നിഫ്റ്റി മാർക്കറ്റ് സമയത്ത് തന്നെ കുറച്ച് മുകളിലേക്ക് പോയി 25,800 മുകളിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ക്ലോസ് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഒരു മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തുടർച്ചയായിട്ട് നിലനിൽക്കുന്നത് നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു നിരാശയിലേക്ക് ആയിത്തീർന്നിട്ടുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഉള്ളത്. ഒന്ന്, ജപ്പാനിൽ നിന്ന് അവിടുത്തെ ബോണ്ട് ഈൽഡ് റൈസ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. കൂടാതെ വളരെ റീസെൻ്റായിട്ട് യു എസിൽ നിന്ന് വന്ന ജോബ് ഡേറ്റ അവിടെ റിസഷൻ സാധ്യതകൾ കൂട്ടുമോ എന്നുള്ള കാര്യം കൊണ്ട് യു എസ് മാർക്കറ്റും കുറച്ചധികം വോളറ്റിലിറ്റി ഉണ്ട്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ RBI ഇന്ത്യൻ റുപ്പീസിനെ അതിനെ താങ്ങി നിർത്താനായിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ന്യൂസ് കാരണം ഇന്ന് ഇന്ത്യൻ റുപ്പീസ് കുറച്ചൊന്ന് റിക്കവറി രേഖപ്പെടുത്തി. ഇന്ത്യൻ റുപ്പീസിൻ്റെ ചാർട്ട് എന്ന് കാണാം. രാവിലെ 9:15 ഓപ്പൺ ചെയ്തു. 91.36 വരെ പോയിരുന്നു ഡോളറിന് എതിരെ ഇന്ത്യൻ റുപ്പീസ്. അവിടെ നിന്ന് ഫോളായി ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു 89 വരെ പോയിരുന്നു. പിന്നീട് നിന്ന് തിരികെ കയറി 90.72 എന്ന നിലയിലാണ് കംഫർട്ടബിളായിട്ട് ഇന്നലത്തെ ഒരു റെക്കോർഡ് ലോയിൽ നിന്ന് ഇന്ത്യൻ റുപ്പീസ് ഒന്ന് റിക്കവറി രേഖപ്പെടുത്തി. പിന്നീട് നമുക്കുള്ളത് FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സെല്ലിംഗ് പ്രഷറാണ്. ഈ ഒരു ഡിസംബർ മാസത്തെ കംപ്ലീറ്റ് കണക്കുകളുണ്ട്. ഈ ഒരു മാസം ഇപ്പോൾ 17 ദിവസമായി, ഒരു ദിവസം പോലും അവർ ബൈ ചെയ്തിട്ടില്ല. FIS 23,455 കോടി രൂപയാണ് ഇപ്പോൾ സെല്ല് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും അവർ സെല്ലിംഗ് മോഡലാണെങ്കിൽ എങ്ങനെ മാർക്കറ്റ് തിരികെ കയറി പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ചാർട്ട് കാണിക്കാനായിട്ടുള്ളൊരു പ്രധാന കാരണം. ഇതിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റാണ്. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. FTSE UK മാർക്കറ്റ് മാത്രം 1.5% റാലി. മറ്റുള്ള ഡാക്സും ജർമ്മനിയും ഫ്രാൻസും ഇടിവിലാണ്. ഇന്ത്യ വിക്സ് ഒന്ന് ക്രാഷ് ചെയ്തു 2%, 9.8 ആണ് എന്നുള്ളത്. ജപ്പാൻ, കൊറിയ, ചൈന മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ ക്ലോസ് നടത്തി. ഏറ്റവും ടോപ്പിൽ നിന്ന് 6ാമത് ഗോൾഡ് കാണാം. XAU/USD $14 ഉയർന്ന് $4,317 ഗോൾഡ് എത്തി നിൽക്കുന്നത്. തൊട്ടാ പൊള്ളുന്ന വിലയാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത്. ബിറ്റ്കോയിൻ 86 ക്രാഷ് ആയതു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 94 പോയിന്റ് പ്ലസിലാണുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ടാണ് കാണുന്നത്. 25,923 വരെ ഹൈ ക്രിയേറ്റ് ചെയ്ത നിഫ്റ്റി അവിടെ നിന്ന് ഒരു സഡൻ ഫോൾ രേഖപ്പെടുത്തി 25,780 ടെസ്റ്റ് ചെയ്തു. പിന്നീട് ഒരു ചെറിയൊരു റിക്കവറി രേഖപ്പെടുത്തി 25,822 നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും മാക്സ് ഹെൽത്ത് കെയർ, അപ്പോളോ ഹോസ്പിറ്റൽ, ട്രെൻഡ്, HDFC ലൈഫ്, ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനീസാണ് വലിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടത്. പിടിച്ചു നിന്നത് ശ്രീറാം ഫിനാൻസും SBIയും ഹിൻഡൽകോയും ഐഷർ മോട്ടോഴ്സും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് തുടങ്ങിയ കമ്പനീസാണ്. ഇനിയും നമ്മുടെ മാർക്കറ്റിലേക്ക് വീണ്ടും തിരികെ വരികയാണെങ്കിൽ മിഡ് ക്യാമ്പ് സ്റ്റോക്കുകൾ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കണ്ടു. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള കമ്പനീസിലെല്ലാം തന്നെ സെല്ലിംഗ് പ്രഷർ വളരെയധികം വിസിബിളായിരുന്നു. ഇനി നമ്മളുടെ IOBയുടെ സ്റ്റേക്ക് ഓഫീസ് വഴി ഗവൺമെൻറ് സെല്ല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിരുന്നു. കൂടാതെ ഇന്ന് 14% ഇടിവ് രേഖപ്പെടുത്തിയ ഒരു കമ്പനിയായിരുന്നു അക്സോ നോബൽ എന്ന് പറഞ്ഞ കമ്പനി. ഇവരുടെയും പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഇവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറുന്നുള്ള ന്യൂസ് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ രണ്ട് സ്റ്റോക്കുകളും 6ഉം 14% വീതം ഇടിവ് രേഖപ്പെടുത്തി. ഒലായും ഇന്ന് ഏകദേശം ഒരു ശക്തമായിട്ടുള്ളൊരു ഇടിവ് കണ്ടു. ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഇവരുടെ സ്റ്റേക്കുകൾ സെല്ല് ചെയ്തു എന്നുള്ള ന്യൂസ്. 26 മില്യൺ ഷെയർസാണ് സെല്ല് ചെയ്തിട്ടുള്ളത് എന്നുള്ള ന്യൂസാണ്. പ്രൊമോട്ടേഴ്സിൻ്റെ ലോൺ റീപേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ഫൗണ്ടർ ഇവരുടെ സ്റ്റേക്ക് വിറ്റുമാറിയത്. അതുപോലെ തന്നെ സമ്മാൻ ക്യാപിറ്റലും 5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഡൽഹി പോലീസ് ഒരു ഫ്രഷ് FIR കമ്പനിയുടെ ഫോർമർ പ്രൊമോട്ടേഴ്സിനെതിരെ കൊണ്ടുവന്നിട്ടുള്ളതാണ് സമ്മാൻ ക്യാപിറ്റൽ ഇടിവ് രേഖപ്പെടുത്താനായിട്ട് കാരണം. ഇനിയിപ്പോൾ വമ്പൻ റാലി രേഖപ്പെടുത്തിയത് മീഷോയാണ്. 20% അപ്പർ സർക്യൂട്ട്. കാരണം UBS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി നമ്മളുടെ മീഷോനെ അവരുടെ ടാർജറ്റ് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ഹിന്ദുസ്ഥാൻ സിങ്കും നേട്ടം കൈവരിച്ചു. സിൽവർ പ്രൈസ് എല്ലാം തന്നെ റെക്കോർഡ് ഹൈ എത്തിച്ചേർന്നു. പിന്നീട് ഇന്ന് IPOയിൽ വന്ന പാർക്ക് മോഡി വേൾഡ് ഏകദേശം 4% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. വേദാന്ത സ്റ്റോക്കും ഡീമർജർ ന്യൂസുകൾ വന്നു. 5 ഉപകമ്പനികളായിട്ട് മാറും. കൂടാതെ തന്നെ ടാർജറ്റും അപ്ഗ്രേഡ് ചെയ്തു. വേദാന്തയും ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിൽ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. NTPC കമ്പനി 37 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ എനർജി ഗുജറാത്ത് റീവിൽ ഓപ്പൺ ചെയ്തു എന്നുള്ള ന്യൂസ്. ആന്റണി വേസ്റ്റ് കമ്പനി 1330 കോടി രൂപക്ക്
ഇവർ ഒരു പുതിയ സോളിഡ് വേസ്റ്റിൻ്റെ കോൺട്രാക്റ്റ് കിട്ടി ബോംബെയിൽ നിന്നുള്ള ന്യൂസ്. SBI ഇന്ന് 1.5% റാലി രേഖപ്പെടുത്തിയതില്ലോ. എന്താ കാരണം? സിറ്റി ഗ്രൂപ്പ് SBIനെ അപ്ഗ്രേഡ് ചെയ്തു. മാരുതി അവരുടെ വാഗണാറിൻ്റെ പൈലറ്റ് ആക്സസിബിലിറ്റി ഉള്ള പുതിയ വാഗണാർ അവർ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. ശ്രീറാം ഫിനാൻസ് ഇന്ന് 1.86% റാലി രേഖപ്പെടുത്തി. എന്താ കാരണം? ഇവരുടെ റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം ജപ്പാനിലുള്ള ഒരു കമ്പനി $4 ബില്യൺ ഈ ശ്രീറാം ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുള്ള ന്യൂസാണ്. TCS ഇന്ന് 0.4% റാലി രേഖപ്പെടുത്തി. എന്താണ് കാരണം? ഇവർ ഭൂട്ടാനിൽ ഇവരുടെ പുതിയ ഓഫീസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. റോയൽ ഓർക്കിഡ് ഹോട്ടൽ. ഇപ്പോൾ ഡിസംബർ മാസമാണ്, ഒരുപാട് ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോയൽ ഹോട്ടൽ പുതിയ 43 റൂംസുള്ള പുതിയൊരു ഹോട്ടൽ അവർ ഹിമാചൽ പ്രദേശിൽ അവർ അക്വയർ ചെയ്തു എന്നുള്ള ന്യൂസുണ്ട്. IGL കമ്പനി 5.08% റാലി രേഖപ്പെടുത്തി. ഇവരെ ന്യൂമോറോ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ന്യൂസ് ഞാൻ പറഞ്ഞു തീർത്തെങ്കിൽ കൂടിയും ഇതിൻ്റെ പുറകിലുള്ള വർക്ക് വളരെ ഹ്യൂജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.